Friends, അപ്പോൾ ഇന്ന് നമ്മൾ എവല്യൂഷൻ ഓഫ് മേജർ ഗ്രൂപ്പ്സ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം എവല്യൂഷൻ ഓഫ് പ്ലാന്റ്സിൽ നമുക്കറിയാൻ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് എന്ന് പറയുന്നത് ഗ്രീൻ ആൽഗി അഥവാ കാരോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാരോഫൈറ്റ്സ് അഥവാ ഗ്രീൻ ആൽഗിയാണ് എന്തെന്ന് അറിയപ്പെടുന്നത് ആൻസിസ്റ്റേഴ്സ് ഓഫ് പ്ലാന്റ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ പിക്ചർ കാണാം. സോ ഇവരെയാണ് നമ്മൾ ആൻസിസ്റ്റേഴ്സ് ഓഫ് പ്ലാന്റ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ മോർ ദാൻ 500 million years ago the algal ancestors of plant may have carpeted moist fringes of lakes and coastal salt marshes. അപ്പം 500 million years ago ആണ് ഈ പറയപ്പെടുന്ന ആൽഗൽ ആൻസിസ്റ്റേഴ്സ് എവിടെയാണ് മോയിസ്റ്റ് ആയിട്ടുള്ള ഏരിയാസിൽ, അതായത് ലേക്കിൻ്റെ ഷോസ് അതുപോലെ കോസ്റ്റൽ ഏരിയാസിലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, വളരാനായിട്ട് തുടങ്ങിയത്. പ്ലാന്റ്സ് ആൻഡ് ഗ്രീൻ ആൽഗി ആർ കാൾഡ് കാരോഫൈറ്റ്സ്. പ്ലാന്റ്സിൻ്റെ ഗ്രീൻ ആൽഗിയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, കാരോഫൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. ദേ ആർ തോട്ട് ടു ഹാവ് ഇവോൾവ് ഫ്രം എ കോമൺ ആൻസിസ്റ്റേഴ്സ്. ഇവർ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് ഇവോൾവ് ചെയ്തെന്നാണ് അറിയപ്പെടുന്നത്. ദേ ഹാവ് കോംപ്ലക്സ് മൾട്ടി സെല്ലുലാർ ബോഡീസ് ആൻഡ് ആർ ഫോട്ടോസിന്തറ്റിക് യൂക്കാരിയോട്സ്. അപ്പം ഈ പ്ലാന്റ്സ് എന്ന് പറയുന്നതിൻ്റെ ആൻസിസ്റ്റർ ആയിരുന്നു ഗ്രീൻ ആൽഗി അഥവാ കാരോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് എന്താണ്, ഇവരെ ഫോട്ടോസിന്തറ്റിക് യൂക്കാരിയോട്സ് എന്നാണ് പറയപ്പെടുന്നത്. ആൽഗെ ഡു നോട്ട് ഹാവ് ടിഷ്യൂ ലൈക്ക് പ്ലാന്റ്സ്. അപ്പോൾ ആൽഗയുടെയും പ്ലാന്റ്സിൻ്റെയും വ്യത്യാസം, മെയിൻ ഫീച്ചേഴ്സിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആൽഗയിൽ എന്താണ്, വെറും സെൽസ് മാത്രമേ ഉള്ളൂ, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. പക്ഷെ നമ്മൾ പ്ലാന്റ്സ് എടുക്കുമ്പോൾ എന്താണ്, അവർക്ക് ടിഷ്യൂസ് ഒക്കെ ഉള്ള മോർ കോംപ്ലക്സ് ആയിട്ടുള്ള ഫോമാണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. Life on land offered many opportunities for plant adaptation that took advantage of unlimited sunlight, abundant carbon dioxide and initially few pathogens or herbivores. അപ്പം നമ്മുടെ ലാൻഡ് പ്ലാന്റ്സിന് അഡാപ്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു അന്നത്തെ സമയത്ത്. കാരണം എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള സൺലൈറ്റ് ഉണ്ടായിരുന്നു, അബണ്ടൻ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പ്ലാന്റ്സിനെ കഴിക്കാനായിട്ട് വളരെ കുറച്ച് ഹെർബിവോഴ്സും അതുപോലെ തന്നെ പാത്തോജൻസും ഒക്കെ ഒരുപാട് കുറവായിരുന്നു. ഇതെല്ലാം തന്നെ പ്ലാന്റ്സിൻ്റെ ലൈഫ് ലാൻഡിൽ അഡാപ്റ്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഫാക്ടേഴ്സാണ്. But life on land had disadvantages too. On land, plants must maintain moisture inside their cells to keep from drying out. അപ്പം അതുപോലെ തന്നെ പ്ലാന്റ്സിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും പ്ലാന്റ്സിന് കുറച്ച് ലാൻഡിൽ വളരാനായിട്ട് കുറേ ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു, അവർ എപ്പോഴും അവരുടെ സെൽസ് എന്തായിരിക്കണം, മോയ്സ്ചറായിട്ട് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ്, അത് പെട്ടെന്ന് വാടിപ്പോവും അല്ലേ. ദെൻ സപ്പോർട്ട് ദെയർ ബോഡി ഇൻ എ നോൺ ബയോവൻറ്റ് മീഡിയം, reproduce and disperse often offspring without water and obtain resources from soil and air. അപ്പം നമുക്കറിയാം നമ്മുടെ പ്ലാന്റ്സ് മെയിനായിട്ട് അവരുടെ ഫുഡ് എടുക്കുന്ന എവിടെ നിന്നാണ്, സോയിലിൽ നിന്നാണ്, കാർബൺ ഡൈ ഓക്സൈഡ് എയറിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് അബണ്ടൻ്റ് ആയിട്ടുള്ള സോയിലിൽ നിന്നും എയറിൽ നിന്നുള്ള റിസോഴ്സസ് ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ്, ഓസ്പ്രിങ്ങിനെ ഡിസ്പേഴ്സ് ചെയ്യണം അല്ലേ. അത് എന്താണ്, എയർ വഴിയാവാം, വാട്ടർ വഴിയാവാം. അപ്പം മെയിനായിട്ട് നമ്മുടെ ലാൻഡിൽ കാണപ്പെടുന്ന പ്ലാന്റ്സ് ഒന്നും തന്നെ വാട്ടർ വഴിയല്ല അവരുടെ ഡിസ്പേഴ്സ് നടത്തുന്നത്, ഓസ്പ്രിങ് ഡിസ്പേഴ്സൽ നടക്കുന്നത് വാട്ടർ വഴിയല്ല. ബട്ട് എങ്ങനെയൊക്കെയുണ്ട്, എയർ വഴിയുണ്ട്, അതുപോലെ തന്നെ എൻറ്റമോളജി ഉണ്ട്, അതല്ലേ ഒരുപാട് ഇൻസെക്ട്സ് വഴി നടത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ലാൻഡ് പ്ലാന്റ്സ് പോളിനേഷൻ അഥവാ അവരുടെ ഓസ്പ്രിങ്ങിനെ ഡിസ്പേഴ്സ് ചെയ്യുന്നത്. ദെൻ അൺലൈക്ക് ലാൻഡ് പ്ലാന്റ്സ്, ആൽഗെ. അപ്പോൾ നമ്മൾ നോക്കുവാണ് ഇനി ലാൻഡ് പ്ലാന്റ്സിനെ അപേക്ഷിച്ച് ആൽഗയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആൽഗെ എന്ന് പറയുമ്പോൾ എന്താണ്, ജനറലി ഹാവ് നോ റിജിഡ് ടിഷ്യൂസ്. അവർക്ക് റിജിഡ് ടിഷ്യൂസ് അങ്ങനെ കാണപ്പെടുന്നില്ല പ്ലാന്റ്സിനെ അപേക്ഷിച്ച്. ആർ സപ്പോർട്ടഡ് ബൈ സറൗണ്ടിങ് വാട്ടർ. ആൽഗെ മെയിനായിട്ടും കാണപ്പെടുന്നത് വാട്ടറിലാണ്. ഒബ്റ്റെയിൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് മിനറൽസ് ഡയറക്ട്ലി ഫ്രം ദ വാട്ടർ സറൗണ്ടിങ് ദെയർ എൻറ്റയർ ആൽഗൽ ബോഡി. അപ്പോൾ വാട്ടറിൽ നിന്നാണ് നമ്മുടെ ആൽഗ എന്തൊക്കെ എടുക്കുന്നത്, അവരുടെ റിസോഴ്സസ് ആയിട്ടുള്ള മിനറൽസും കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം തന്നെ എടുക്കുന്നത് വാട്ടറിൽ നിന്നാണ്. റിസീവ് ലൈറ്റ് ആൻഡ് പെർഫോം ഫോട്ടോസിന്തസിസ് ഓവർ മോസ്റ്റ് ഓഫ് ദെയർ ബോഡി. അപ്പം ലൈറ്റിനെ റിസീവ് ചെയ്തിട്ട് ഫോട്ടോസിന്തസിസ് അവരുടെ ബോഡിയിൽ തന്നെ നടത്തുന്നുണ്ട്.
use flagellated sperm that swim to fertilize an egg and disperse offspring by water. അപ്പം ആൽഗെ എടുക്കുകയാണെങ്കിൽ അവർ മെയിനായിട്ടും ഓഫ്സ്പ്രിങ്ങിനെ ഡിസ്പേഴ്സ് ചെയ്യുന്നത് വാട്ടറിലൂടെയാണ്. കാരണം നമുക്കറിയാം എന്താണ്, അവർക്ക് ഫ്ലജലേറ്റഡ് ആയിട്ടുള്ള സ്പേമിനെ അവർ പ്രൊഡ്യൂസ് ചെയ്യും. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനാണ്. അപ്പോൾ ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് ഒരു സ്പേമിനെ സറൗണ്ടിങ് വാട്ടറിലേക്ക് എന്ത് ചെയ്യും, ഡിസ്പേഴ്സ് ചെയ്യും. ഈ വാട്ടറിൽ ഉള്ള സ്പേം അതുപോലെ തന്നെ ഓവവും വാട്ടറിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. ഇവർ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ മെയിൻ മീഡിയ എന്ന് പറയുന്നത്, ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ടുള്ള മെയിൻ മീഡിയ എന്ന് പറയുന്നത് വാട്ടറാണ്. ഓക്കെ. പക്ഷേ ലാൻഡ് പ്ലാന്റ്സിൽ എന്താണ്, അവരുടെ ഫെർട്ടിലൈസേഷൻ അഥവാ ഡിസ്പേഴ്സൽ ഓഫ് ഓഫ്സ്പ്രിങ് എന്ന് പറയുന്നത് മെയിനായിട്ടും എയർ വഴി, അതുപോലെ തന്നെ എൻറ്റമോളജി വഴി, അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, വാട്ടർ വഴി അല്ല. ഓക്കെ. ഇനി നമ്മൾ ഇവരുടെ ഒരു എവല്യൂഷൻ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, ഫസ്റ്റ് ആൽഗെ എന്ന് പറയുന്നത് എന്താണ്, ആൽഗെ ആർ സറൗണ്ടിങ് വാട്ടർ സപ്പോർട്ട്സ് ആൽഗെ. ആൽഗെ സപ്പോർട്ട് ചെയ്യുന്നത് അതിന് ചുറ്റുമുള്ള വാട്ടറാണ്. നമുക്കറിയാം ആൽഗെ കാണപ്പെടുന്ന മെയിനായിട്ട് മോയിസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ്. അതുപോലെ തന്നെ വാട്ടർ ബോഡീസിലും ആൽഗെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഹോൾ ആൽഗെ പെർഫോംസ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ആൽഗെ എടുത്ത ആൽഗയുടെ ബോഡി എല്ലാ പാർട്ടിലും ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. പക്ഷേ ലാൻഡ് പ്ലാന്റ്സിൽ എവിടെയാണ് മെയിനായിട്ട് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, അവരുടെ ലീവ്സിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അതൊരു ഡിഫറൻസ് ആണ്. അതുപോലെ അബ്സോർബ് വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് മിനറൽസ് ഫ്രം ദ വാട്ടർ. വാട്ടറിൽ നിന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും എല്ലാം തന്നെ അബ്സോർബ് ചെയ്യുന്നത് വാട്ടറിൽ നിന്നാണ്. ഓക്കെ. ഇനി നമ്മുടെ ആൽഗെ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ആയിട്ടുള്ള ആൽഗെ ഇവോൾവ് ചെയ്തിട്ടുണ്ടാവുന്ന നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ബ്രയോഫൈറ്റ്സ് എന്ന് പറയും, അഥവാ മോസ്. ബ്രയോഫൈറ്റ്സിൽ വരുന്ന ഒരു ഗ്രൂപ്പ് പ്ലാന്റ്സ് ആണ് മോസ് എന്നറിയപ്പെടുന്നത്. സ്റ്റൊമാറ്റ ഓൺലി ഓൺ സ്പോറോഫൈറ്റ്സ് മാത്രമാണ് ഇവരുടെ സ്റ്റൊമാറ്റ കാണപ്പെടുന്നത്. പ്രിമിറ്റീവ് റൂട്ട്സ് ആൻഡ് ആങ്കർ പ്ലാന്റ്സ്. അപ്പോൾ ഇവർക്കുള്ള പ്രിമിറ്റീവ് റൂട്ട്സ് ആണ് പ്ലാന്റ്സിലും അതുപോലെ തന്നെ സർഫസിലും ഒക്കെ ആങ്കർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ലിഗ്നിൻ പ്രസൻ്റ് അല്ല. അതുപോലെ തന്നെ വാസ്കുലർ ടിഷ്യൂസ് ആയിട്ടുള്ള എന്താണ് സൈലം, ഫ്ലോ ഇവരൊന്നും തന്നെ കാണപ്പെടുന്നില്ല. ഫെർട്ടിലൈസേഷൻ റിക്വയർസ് മോയ്സ്ചർ. ഇവർക്കും ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് വാട്ടർ വഴിയാണ് ബ്രയോഫൈറ്റ്സിൽ. ഇനി ബ്രയോഫൈറ്റ്സ് കഴിഞ്ഞ് ബ്രയോഫൈറ്റ്സ് ഇവല്യൂഷൻ സംഭവിച്ച് അവർ കുറച്ചും കൂടെ അഡാപ്റ്റ് ചെയ്തുണ്ടായ പ്ലാന്റ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഫേൺ. അഥവാ ഫേൺ എന്ന് പറയുന്നത് ചെറിഡോഫൈറ്റ്സിൽ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിനെയാണ് നമ്മൾ ഫേൺ എന്ന് പറയുന്നത്. അപ്പം ആൽഗെ കഴിഞ്ഞു, പിന്നെന്ത് വന്നു, ബ്രയോഫൈറ്റ്സ് വന്നു. ബ്രയോഫൈറ്റ്സിൽ നിന്ന് പിന്നെ എന്തുണ്ടായി, നമ്മളുടെ ടെറിഡോഫൈറ്റ്സ് ഉണ്ടായി അല്ലേ. ടെറിഡോഫൈറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്, സ്റ്റൊമാറ്റ, റൂട്ട്സ് ആങ്കർ പ്ലാന്റ്സ്, അബ്സോർബ് വാട്ടർ. അതുപോലെ ഇവർക്ക് സ്റ്റൊമാറ്റ പ്രസൻ്റ് ആണ്, ഇവർക്ക് റൂട്ട്സ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ മറ്റേടത്ത് തന്നെ പ്രിമിറ്റീവ് റൂട്ട്സ് ലൈക്ക് സ്ട്രക്ചർ, റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ബ്രയോഫൈറ്റ്സിൽ പറയുന്നത്. പക്ഷേ നമ്മുടെ ടെറിഡോഫൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ട്രൂ റൂട്ട് കാണപ്പെടുന്നുണ്ട്, പ്ലാന്റ്സിനെ ആങ്കർ ചെയ്യാൻ കാണപ്പെടുന്നുണ്ട്. പിന്നെയോ അബ്സോർബ് വാട്ടർ, ലിഗ്നിഫൈഡ് സെൽ വാൾസ് കാണപ്പെടുന്നുണ്ട്, വാസ്കുലർ ടിഷ്യൂസ് ഉണ്ട്. ഫെർട്ടിലൈസേഷൻ റിക്വയർസ് മോയ്സ്ചർ. അവിടെയും ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് മോയ്സ്ചർ ആവശ്യമാണ്. ഓക്കെ. എന്ന് വെച്ചാൽ വാട്ടർ ഒരു മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഫെർട്ടിലൈസേഷന്. പിന്നീട് എന്താണ്, ടെറിഡോഫൈറ്റ്സ് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന ലാൻഡ് പ്ലാന്റ്സ്. ട്രൂ ലാൻഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ആരാണ്, ജിംനോസ്പേംസ് ആണ് അല്ലേ. ജിംനോസ്പേംസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു എക്സാമ്പിളാണ് പൈൻ ട്രീ എന്ന് പറയുന്നത്. അവർക്ക് എന്താണ്, റൂട്ട്സ് ആങ്കർ പ്ലാന്റ്സ്, അബ്സോർബ് വാട്ടർ, ലിഗ്നിഫൈഡ് സെൽ വാൾസ് ഉണ്ട്, വാസ്കുലർ ടിഷ്യൂസ് ഉണ്ട്. ഫെർട്ടിലൈസേഷൻ ഡസ് നോട്ട് റിക്വയർ മോയ്സ്ചർ. അപ്പം നമ്മുടെ ലാൻഡ് പ്ലാന്റ് ആയിട്ടുള്ള ജിംനോസ്പേം തൊട്ടാണ് എന്തിനാവശ്യമില്ലാത്തത്, ഫെർട്ടിലൈസേഷനും വാട്ടർ അഥവാ മോയ്സ്ചർ ആവശ്യമില്ലാതെ വന്നത് ജിംനോസ്പേം തൊട്ടിട്ടാണ്. അപ്പോൾ അതിന് മുന്നുണ്ടായിരുന്ന ആൽഗെ ആവട്ടെ, ബ്രയോഫൈറ്റ്സ് ആവട്ടെ, നമ്മുടെ ടെറിഡോഫൈറ്റ്സ് ആണ്, ഇവർക്കെല്ലാം തന്നെ ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് അവർ വാട്ടർ ഒരു മെയിൻ മീഡിയ ആയിട്ട് ആശ്രയിച്ചിരുന്നു. ഓക്കെ. അപ്പം ഫസ്റ്റ് ലാൻഡ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജിംനോസ്പേം ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ജിംനോസ്പേം കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാലോ, ജിംനോസ്പേം കഴിഞ്ഞിട്ട് നമ്മുടെ ആൻജിയോസ്പേംസ് അല്ലെ, ഫ്ലവറിങ് പ്ലാന്റ്സ് എന്നറിയപ്പെടുന്ന ആൻജിയോസ്പേംസ് ആണ് ഇപ്പോൾ കാണുന്ന മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ഉണ്ടാവുന്ന, ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ്സ് ആണ് ആൻജിയോസ്പേംസ്. ഓക്കെ. ദെൻ പ്ലാന്റ്സ് ഹാവ് അഡാപ്റ്റഡ് ഫോർ ലൈഫ് ഓൺ എർത്ത്. അങ്ങനെ പ്ലാന്റ്സ് എന്ത് ചെയ്തു, നമ്മുടെ ലാൻഡിലേക്ക് വളരാൻ വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്തു. Land plants maintain moisture in their cells using a waxy cuticle and cells that regulate the opening and closing of stomata.
അപ്പോൾ നമുക്കറിയാം ലാൻഡ് പ്ലാന്റ്സിൽ അവരുടെ മെയിനായിട്ടും ടിഷ്യൂസിലൊക്കെ മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ കാരണമാകുന്ന എന്തൊക്കെ കാരണങ്ങളാണ്? ഒന്ന് ബാക്സീഡ് ക്യൂട്ടിക്കിളുണ്ട് അല്ലേ, ലീഫിൻ്റെയൊക്കെ സർഫസിൽ നോക്കുമ്പോൾ അറിയാം നമ്മുടെ ഈ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്, വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അവരെയാണ് നമ്മൾ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ സെൽസ് ദാറ്റ് റെഗുലേറ്റ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ. ഗോഡ് സെൽസ് ഉണ്ട്. സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് സറൗണ്ടഡ് ബൈ ഗോഡ് സെൽസ് ആണ്. ഇവരാണ് ട്രാൻസ്പിറേഷൻ റേറ്റിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. ദെൻ ലാൻഡ് പ്ലാന്റ്സ് ഒബ്റ്റെയിൻ വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട്സ് ഇൻ ദ സോയിൽ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ എയർ ആൻഡ് സൺലൈറ്റ് ത്രൂ ലീവ്സ്. അപ്പം ലാൻഡ് പ്ലാന്റ്സ് മെയിനായിട്ടും വാട്ടറും മിനറൽസും ഒക്കെ എടുക്കുന്നത് റൂട്ട് വഴിയാണ്. അത് സോയിൽ നിന്ന് റൂട്ടിലെത്തുന്നു. പിന്നെയോ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളുടെ എയർ സറൗണ്ടിങ്സിലുണ്ട്. സൺലൈറ്റും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ലീഫിൽ വെച്ചിട്ട് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നത്, ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഗ്രോത്ത് പ്രൊഡ്യൂസിങ് റീജിയൻസ് ഓഫ് സെൽ ഡിവിഷൻ called apical meristems are found near the tips of stems and roots. അപ്പോൾ ലാൻഡ് പ്ലാന്റ്സിന് മെയിൻ പ്രത്യേകതയാണ് ഇവർക്ക് എപ്പിക്കൽ മെരിസ്റ്റംസ് ഉണ്ട് അല്ലേ, ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്ന കുറച്ച് ന്യൂ ഫോമിങ് ആയിട്ടുള്ള ടിഷ്യൂസാണ് എപ്പിക്കൽ മെരിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇവർ മെയിനായിട്ടും സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയൊക്കെ ടിപ്പിലാണ് കാണപ്പെടുന്നത്. ദെൻ പ്ലാന്റ്സ് ഹാവ് അഡാപ്റ്റേഷൻസ് ഫോർ ലൈഫ് ഓൺ ലാൻഡ്. അപ്പോൾ ഇതെല്ലാം തന്നെ പ്ലാന്റ്സിനെ നമ്മുടെ ലാൻഡിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ്. ഇൻ മെനി ലാൻഡ് പ്ലാന്റ്സ് വാട്ടർ ആൻഡ് മിനറൽസ് മൂവ് അപ്പ് ഫ്രം റൂട്ട്സ് ടു സ്റ്റെം ആൻഡ് ലീവ്സ് യൂസിങ് വാസ്കുലാർ ടിഷ്യൂസ്. അപ്പോൾ വാസ്കുലാർ ടിഷ്യൂസ് വഴിയാണ് നമ്മുടെ വാട്ടറിനെയും മിനറൽസിനെയും എല്ലാം തന്നെ റൂട്ടിൽ നിന്നും സ്റ്റെമ്മിലെത്തുകയും സ്റ്റെമ്മിൽ നിന്ന് ഡിഫറെൻറ്റ് ലീവ്സിലൊക്കെ എത്തിക്കുന്നത് ഈ വാസ്കുലാർ ടിഷ്യൂസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും രണ്ടെണ്ണം ഉള്ള ഇതൊക്കെയാണ്, സൈലം ഉണ്ട്, ഫ്ലോയം ഉണ്ട്. സൈലം എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? വാട്ടറിനെയും മിനറൽസിനെയൊക്കെ എടുക്കാൻ, വാട്ടറിനെ മെയിനായിട്ട് എടുക്കുന്നത് എന്ന് പറയുന്നത് സൈലമാണ്. കൺസിസ്റ്റ് ഓഫ് ഡെഡ് സെൽസ്. ഓക്കെ. ഫ്ലോയം എന്ന് പറയുന്നത് ലിവിങ് സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മെയിനായിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മിനറൽസും ഷുഗേഴ്സും ഒക്കെയാണ്. In all plants, the gametes and embryo must be kept moist. Fertilized egg or zygote develops into an embryo while attached to and nourished by the parent plant. And life cycle involves an alternation of. അപ്പോൾ മെയിനായിട്ടും ഇനി ലൈഫ് സൈക്കിൾ പറയുകയാണെങ്കിൽ പ്ലാന്റ്സിൻ്റെ കേസിൽ നമുക്കറിയാം ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ് അഥവാ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എംബ്രിയോ ആയി മാറും. ഇതിനെന്ത് വേണം? പേരൻറ്റ് പ്ലാന്റ് നറിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പം സീഡിനകത്താണല്ലോ ഈ എംബ്രിയോ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ എംബ്രിയോയെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഡോസ്പേം ഉണ്ട്. സീഡിൽ തന്നെ എൻഡോസ്പേം ഉണ്ട്. എൻഡോസ്പേമിൽ നിന്നാണ് എംബ്രിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ, മിനറൽസ് എല്ലാം തന്നെ എംബ്രിയോ അബ്സോർബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ലൈഫ് സൈക്കിൾ നോക്കുവാണെങ്കിൽ ഹാപ്ലോയിഡ് ജനറേഷനും ഉണ്ട്, ഡിപ്ലോയിഡ് ജനറേഷനും ഉണ്ട്. ഓക്കെ. ഹാപ്ലോയിഡ് ജനറേഷൻ എന്ന് പറയുന്നത് വിച്ച് പ്രൊഡ്യൂസസ് എഗ് ആൻഡ് സ്പെർം. എഗ്ഗിനെയും സ്പെർമിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന, റീപ്രൊഡക്റ്റീവ് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈക്കിളിനെയാണ് ഹാപ്ലോയിഡ് ജനറേഷൻ എന്ന് പറയുന്നത്. ഡിപ്ലോയിഡ് ജനറേഷൻ എന്ന് പറയുന്നത് വിച്ച് പ്രൊഡ്യൂസസ് സ്പോർസ് വിത്തിൻ പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചേഴ്സ് കാൾഡ് സ്പൊറാഞ്ചിയ. സ്പൊറാഞ്ചിയയിൽ സ്പോർട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജനറേഷനെയാണ് നമ്മൾ ഡിപ്ലോയിഡ് ജനറേഷൻ എന്ന് പറയുന്നത്. പൈൻസ് ആൻഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഹാവ് പോളൻ ഗ്രെയിൻസ്. അപ്പം പൈൻസിനും അതായത് നമ്മുടെ ജിംനോസ്പേംസ് തൊട്ട് എന്തുണ്ട്? പോളൻ ഗ്രെയിൻസ് ഉണ്ട്. സ്ട്രക്ചേഴ്സ് ദാറ്റ് കണ്ടെയ്ൻ സ്പേം പ്രൊഡ്യൂസിങ് സെൽസ്. ഈ പോളൻ ഗ്രെയിൻസ് ആണ് സ്പേം പ്രൊഡ്യൂസിങ് സെൽസ് ആയിട്ട് കാണപ്പെടുന്നത്. ഇനി ഇവരുടെ ഒരു എവല്യൂഷണറി ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ, പ്ലാന്റ് കിങ്ഡത്തിൻ്റെ ഒരു എവല്യൂഷണറി ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ എറൗണ്ട് നമ്മൾ പറഞ്ഞ 500 മില്യൺ ഇയേഴ്സ് എഗോയാണ് നമ്മുടെ ഉണ്ടായത്, ആൻസെസ്ട്രൽ ഗ്രീൻ ആൽഗി ഉണ്ടായെന്ന് പറയുന്നതുണ്ട്. അവിടെ നിന്ന് എന്താണ്? ഒറിജിൻ ഓഫ് ലാൻഡ് പ്ലാന്റ്സ് എബൌട്ട് 475 മില്യൺ ഇയേഴ്സ് എടുത്തിട്ടാണ് ലാൻഡ് പ്ലാന്റ്സ് ഒറിജിനേറ്റ് ചെയ്തത്. പിന്നെയോ ഒറിജിൻ ഓഫ് വാസ്കുലാർ പ്ലാന്റ്സ്. വാസ്കുലാർ പ്ലാന്റ്സ് എന്ന് പറയുമ്പം നമ്മുടെ എന്തൊക്കെയാണ്? ജിംനോസ്പേംസ് ഉണ്ടാവുന്നത് എബൌട്ട് 425 മില്യൺ ഇയേഴ്സ് എഗോയാണ്. ഓക്കെ. പിന്നീടോ ഒറിജിൻ ഓഫ് സീഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് എബൌട്ട് 360 മില്യൺ ഇയേഴ്സ് മുന്നെയാണ് ഈ ഒറിജിൻ ഓഫ് സീഡ് പ്ലാന്റ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും ഏർലി ഇതിൽ നോക്കുവാണെങ്കിൽ സൈക്കിൾ ഏറ്റവും ഏർലി ആയിട്ട് ഉണ്ടായത് ഏതാണ്? നമ്മുടെ ആൻജിയോസ്പേംസും ജിംനോസ്പേംസും ആണ്. അറൗണ്ട് 360 മില്യൺ ഇയേഴ്സ് എഗോയാണ് ഇവർ ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ
ഒറിജിൻ ഓഫ് വാസ്കുലാർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്, വാസ്കുലാർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മോസസ്, ടെറിഡോഫൈറ്റ്സ് ഇവരൊക്കെ ഉണ്ടായത് ഏകദേശം 425 മില്യൺ ഇയേഴ്സ് എഗോയാണ്. അതുപോലെ തന്നെ ലാൻഡ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ബ്രയോഫൈറ്റ്സിനെയും ലാൻഡ് പ്ലാന്റ്സ് ആയിട്ട് കൂട്ടാമോ എന്ന് ചോദിച്ചാൽ അവർ ലാൻഡിലും കാണപ്പെടുന്നുണ്ട്. പക്ഷേ അവർക്ക് മെയിനായിട്ടും മീഡിയ, വാട്ടർ എന്ന് പറയുന്ന മീഡിയ വെച്ചിട്ടാണ് അവർ ഫെർട്ടിലൈസേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുടെ ഒരു ഹിസ്റ്ററി, പ്ലാന്റ് കിങ്ഡത്തിൻ്റെ എവല്യൂഷൻ ഒരു ലൈഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. Plant diversity reflects the evolutionary history of the plant kingdom. So, early diversification of plants gave rise to seedless, non-vascular plants called bryophytes, including liverworts and hornworts. So, early diversification of plants, അതായത് ആൽഗയിൽ നിന്ന് നമ്മൾ ആ ഒരു സ്റ്റേജസ് കണ്ടല്ലോ, ആൽഗയിൽ നിന്നും ആദ്യമായിട്ടുണ്ടായ സീഡ്ലെസ് ആയിട്ടുള്ള നോൺ വാസ്കുലർ പ്ലാന്റ്സ് ആണ് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ബ്രയോഫൈറ്റ്സിൽ മെയിനായിട്ടും ഏതൊക്കെയാണ് വരുന്നത്, ലിവർ വേർഡ്സും ഹോൺ വേർഡ്സും ആണ് വരുന്നത്. Then these plants resemble other plants in having apical meristems and embryos retained on the parent plant, but they lack. ബ്രയോഫൈറ്റ്സിൻ്റെ കുറേ റിസംബിൾസ് ഉണ്ട്. എന്താണ്, ലാൻഡ് പ്ലാന്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്, ബ്രയോഫൈറ്റ്സിന് എപ്പിക്കൽ മെരിസ്റ്റംസ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എംബ്രിയോസിന് പേരൻ്റൽ പ്ലാന്റ് എന്തുണ്ട്, പേരൻ്റൽ പ്ലാന്റിൽ തന്നെ അത് റീറ്റെയിൻ ചെയ്യുന്നുണ്ട് എംബ്രിയോയെ. പക്ഷേ അവർക്ക് എന്തൊക്കെയാണ് ലാക്ക് ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇല്ലാത്തത്, ട്രൂ റൂട്ട്സ് ഇല്ല, ട്രൂ ലീവ്സ് ഇല്ല, ട്രൂ സ്റ്റെംസ് ഇല്ല. ബ്രയോഫൈറ്റ്സിൻ്റെ കേസിൽ പറയുന്നത് റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് എന്നേ പറയൂ, ലൈക്ക് സ്ട്രക്ചേഴ്സ് എന്നേ പറയുന്നുള്ളൂ. അല്ലാതെ അവരൊന്നും ട്രൂ ആയിട്ടുള്ള റൂട്ടോ ട്രൂ ലീഫോ ട്രൂ സ്റ്റെമ്മോ അല്ല. അപ്പോൾ ഇതാണ് സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് ബ്രയോഫൈറ്റ്സ്. ഇതാണ് നമ്മുടെ ലിവർ വേർട്ട് എന്ന് പറയുന്നത്. ഇതാണ് ഹോൺ വേർഡ്സ് എന്ന് പറയുന്നത്. ഹോൺ വേർഡ്സ് എന്ന് കാരണം നമ്മുടെ ഈ കൊമ്പ് പോലെ കാണപ്പെടുന്നതാണ്, അവരെ മെയിനായിട്ട് ഈ കൊമ്പ് പോലെയാണ് അവരുടെ സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഹോൺ വേർഡ്സ് എന്ന് അറിയപ്പെടുന്നത്. About 425 million years ago, vascular plants evolved with the lignin hardened vascular tissues. 425 million years ago ആണ് നമ്മുടെ വാസ്കുലാർ പ്ലാന്റ്സ് ഇവോൾവ് ചെയ്തത്. അവർക്ക് മെയിനായിട്ട് ലിഗ്നിൻ ഹാർഡൻ ചെയ്തിട്ടുള്ള വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്. സീഡ്ലെസ് വാസ്കുലാർ പ്ലാന്റ്സ് ഇൻക്ലൂഡ്, സീഡ് ഇല്ലാത്ത വാസ്കുലാർ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലൈക്കോഫൈറ്റ്സ്, ഇറ്റ്സ് ഓൾസോ കാൾഡ് ക്ലബ് മോസസ്, ടെറിഡോഫൈറ്റ്സ് ഓർ മൊണിലോഫൈറ്റ്സ്, ഫോൺസ് ആൻഡ് ദെയർ റിലേറ്റീവ്സ്. അപ്പോൾ മെയിനായിട്ടും ക്ലബ് മോസസ്, ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്ന വിഭാഗം പ്ലാന്റ്സ് ആണ് സീഡ്ലെസ് വാസ്കുലാർ പ്ലാന്റ്സ് എന്ന് അറിയപ്പെടുന്നത്. സീഡില്ല, പക്ഷേ വാസ്കുലാർ ടിഷ്യൂസ് ആയിട്ടുള്ള സൈലോവും ഫ്ലോയും ഉണ്ട് ഇവർക്ക്. ഇതാണ് സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് ടെറിഡോഫൈറ്റ്സ്. ഇതൊരു ഫേൺ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ് ഈ ഫേൺ. നിങ്ങൾ ഈ എന്താണ് കയ്യാലയിലൊക്കെ കാണപ്പെടുന്നുണ്ട് അല്ലേ, ഈ ടൈപ്പ് ലീവ്സ് ഉള്ള ഇതൊരു ടെറിഡോഫൈറ്റ് ആണ്. ഓക്കെ, ദെൻ ക്ലബ് മോസ് എന്ന് പറയുന്നത് ലൈക്കോഫൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ആയിരിക്കും അതിനുള്ളത്. ദെൻ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ജിംനോസ്പേംസിൻ്റെ, അത് പറഞ്ഞിട്ട് ഞാൻ പറയാവേ. സീഡ്ലെസ് വാസ്കുലർ പ്ലാന്റ്സ് ഡോമിനേറ്റഡ് വാസ്റ്റ് കോൾഡ് ഫോറസ്റ്റ്. ഒരു സമയത്ത് 420 million years ago സീഡ്ലെസ് വാസ്കുലർ പ്ലാന്റ്സ് ആണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്തത്, നമ്മളുടെ ഫോറസ്റ്റിലൊക്കെ ഡോമിനേറ്റ് ചെയ്തത്. 2 groups of seedless plants formed vast ancient forest in low laying wetlands during the Carboniferous period. Carboniferous period ഏകദേശം 360 to 299 million years ago ആണ് കാർബോണിഫറസ് പീരീഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഡോമിനൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ സീഡ്ലെസ് പ്ലാന്റ്സ് ആയിട്ടുള്ള നമ്മുടെ ടെറിഡോഫൈറ്റ്സ് ആണെന്ന് പറയാം. മെയിനായിട്ട് ലൈക്കോഫൈറ്റ്സും ടെറിഡോഫൈറ്റ്സും. ഓക്കെ, when these plants died they formed peat deposits that eventually formed coal. അപ്പം എങ്ങനെയാണ് കോൾ ഫോറസ്റ്റ് ഉണ്ടായത്? ഈ പ്ലാന്റ്സ് ഡൈ ആയപ്പോൾ അവരുടെ ഡിപ്പോസിറ്റ്സ്, പീറ്റ് ഡിപ്പോസിറ്റ്സ് ഉണ്ട് ഇവരുടെ സെൽ വോളിലൊക്കെ. അപ്പോൾ അത് ഡിപ്പോസിറ്റ് ചെയ്തിട്ടാണ് കോൾ ഫോം ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോൾ ഫോറസ്റ്റിൻ്റെ ഒരു പിക്ചർ. ഓക്കെ, ആസ് ടെമ്പറേച്ചർ ഡ്രോപ്പ് ഡ്യൂറിങ് ദ ലേറ്റ് കാർബോണിഫറസ്, അതായത് ലേറ്റ് കാർബോണിഫറസ് ഒക്കെ ആയപ്പോൾ ടെമ്പറേച്ചറൊക്കെ ഒരുപാട് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത്
glaciers ഉണ്ടായി. The climate turned drier. The vast swamps and forests began to disappear, and wind dispersed pollen and protective seeds gave seed plants a competitive advantage. അപ്പോൾ നമ്മുടെ സീഡ്ലെസ് പ്ലാന്റ്സിൽ നിന്നും നമ്മുടെ സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ലേറ്റ് കാർബോണിഫറസ് പീരീഡിൻ്റെ സമയത്ത് ഗ്ലേഷ്യേഴ്സ് ഉണ്ടായി, ക്ലൈമറ്റ് കുറേ ഡ്രൈ ആവാൻ തുടങ്ങി. അപ്പോൾ എന്താണ്, ദ വാസ്റ്റ് സ്വാംസ് ആൻഡ് ഫോറസ്റ്റ് ബിഗൻ ടു ഡിസപ്പിയർ. അപ്പോൾ സ്വാംസ് എന്ന് പറയുമ്പോൾ എന്താണ്, ചതുപ്പ് നിലങ്ങൾ, വാട്ടർ മോയ്സ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളാണല്ലോ. അപ്പം ഈ ഡ്രയർ ക്ലൈമറ്റ് എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള ഫോറസ്റ്റുകളും സ്വാമ്പ് ഏരിയാസും ഒക്കെ ഡിസപ്പിയർ ചെയ്യാനായിട്ട് കാരണമായി. ആൻഡ് വിൻ ഡിസ്പേഴ്സ്ഡ് പോളൻ ആൻഡ് പ്രൊട്ടക്റ്റീവ് സീഡ്സ്. ഡ്രയർ സീസൺ ആകുമ്പോൾ എന്താണ്, ഒരുപാട് വിൻഡിലൊക്കെ ഈ പോളൻ അല്ലേ പ്രൊട്ടക്റ്റീവ് സീഡ്സ് ഒക്കെ ഡിസ്പേഴ്സ് ചെയ്യാനൊരു അഡ്വാൻറ്റേജ് ഉണ്ടായി. ഈ ഒരു അഡ്വാൻറ്റേജ് ആണ് എന്തൊരു ഇതായത് ഈ സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സിന് ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആവാൻ കാരണം, സീഡ്ലെസ് വാസ്കുലർ പ്ലാന്റ്സിനെ അപേക്ഷിച്ചിട്ട്. The first vascular plants with the seed evolved about 360 million years ago. അപ്പോൾ ഫസ്റ്റ് വാസ്കുലർ പ്ലാന്റ് വിത്ത് സീഡ്സ് ഇവോൾവ് ചെയ്തത് ഏകദേശം 360 million years ago ആണ്. A seed consists of an embryo packed with a food supply within a protective cover. Seed consists എന്താണ്, സീഡ് എന്ന് പറയുന്നത് എന്താണ്, സീഡിനകത്ത് ഒരു എംബ്രിയോ ഉണ്ട്. അതുപോലെ ഈ എംബ്രിയോയ്ക്ക് നറിഷ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് സപ്ലൈക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ട്, അതായത് എൻഡോസ്പേം കാണപ്പെടുന്നുണ്ട്. അതാണ് നമ്മുടെ സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത. വാസ്കുലർ പ്ലാന്റ്സ് വിത്ത് സീഡ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, ജിംനോസ്പേംസും ആൻജിയോസ്പേംസും ആണ് അല്ലേ. അപ്പോൾ ജിംനോസ്പേംസും ആൻജിയോസ്പേംസും ആണ് ഈ വാസ്കുലർ പ്ലാന്റ്സ് വിത്ത് സീഡ്സ് എന്നറിയപ്പെടുന്നത്. ജിംനോസ്പേംസിൽ വരുന്ന ഏതൊക്കെയാണ്, ജിങ്കോയുണ്ട്, സൈക്കഡുണ്ട്, കോണിഫർ സ്പീഷീസ് ഒക്കെ ജിംനോസ്പേംസിൽ വരുന്നുണ്ട്. അത് ഫ്ലവറിങ് ട്രീസ് ആൻഡ് ഗ്രാസസ് എല്ലാം തന്നെ ആൻജിയോസ്പേംസിൽ വരുന്നവരാണ്. ജിംനോസ്പേംസ് ഹാവ് നേക്കഡ് സീഡ്സ് ദാറ്റ് ആർ നോട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ ഫ്രൂട്ട്സ് ആൻഡ് ഇൻക്ലൂഡ് ജിങ്കോ, സൈക്കഡ് ആൻഡ് കോണിഫർ. അപ്പോൾ നമ്മുടെ ജിംനോസ്പേംസിൻ്റെ പ്രത്യേകത ഫസ്റ്റ് സീഡ് പ്രൊഡ്യൂസിങ് വാസ്കുലർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ജിംനോസ്പേംസ് ആണ്. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്താണ്, നേക്കഡ് സീഡ്സ് ആണ്. അവരുടെ സീഡിന് ചുറ്റും സീഡ് കോട്ട് കാണപ്പെടുന്നത് നേക്കഡ് ആയിട്ടുള്ള സീഡ്സ് ആണ്. പക്ഷെ അതുകൊണ്ട് തന്നെ എന്താണ്, അവർ ഫ്രൂട്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇതാണ് മെയിനായിട്ട് ഉള്ള എന്താണ് നമ്മുടെ ജിംനോസ്പേംസിൻ്റെ എക്സാമ്പിൾ. ജിങ്കോയുണ്ട്, സൈക്കഡുണ്ട്, എഫീഡ്രയുണ്ട്, കോണിഫറുണ്ട്. ഇവരൊക്കെയാണ് ജിംനോസ്പേംസിന് എക്സാമ്പിൾ ആയിട്ടുള്ളവർ. ഓക്കെ, then pollen and seeds are key adaptations to life on land. അപ്പം നമ്മുടെ നമ്മുടെ ലാൻഡിൻ്റെ ലൈഫ് ഉണ്ടാകുന്നത് ഈ പ്ലാന്റ്സിന് ലാൻഡ് ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുള്ളത് ഏതൊക്കെയാണ്, പോളനും സീഡ്സും. ഓക്കെ, എ പൈൻ ട്രീ ഈസ് എ സ്പോറോഫൈറ്റ്. Tiny gametophytes grow in sporophyte cones. The ovule is a key adaptation, a protective device for all the female stages in the life cycle as well as the site of pollination, fertilization and embryonic development. അപ്പോൾ ovule എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ്. അപ്പോൾ ഇതെന്താണ്, ഒവ്യൂൾ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ സൈറ്റാണ്, പോളിനേഷൻ, അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ, എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് എല്ലാം തന്നെ ഒരു സൈറ്റ് എന്ന് പറയുന്നത് ഈ ഒവ്യൂളാണ്. ഓക്കെ, ഈ ഒവ്യൂളാണ് പിന്നെ എന്തായിട്ട് മാറുന്നത്, സീഡായിട്ട് മാറുന്നത് അല്ലേ. ഓവറിയാണ് നമ്മുടെ ഫ്രൂട്ടായിട്ട് മാറുന്നത്. A sperm from a pollen grain fertilizes an egg in the female gametophyte. The zygote develops into a sporophyte embryo. Ovule becomes the seed with the stored food and a protective seed coat. Ovule എന്തായി മാറും, സീഡായിട്ട് മാറും. സീഡിന് ചുറ്റും പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ടൊരു സീഡ് കോട്ട് ഉണ്ട്. അതിനുള്ളിൽ സ്റ്റോർഡ് ഫുഡ് ഉണ്ട്, എൻഡോസ്പേം കാണപ്പെടുന്നുണ്ട്. ദ സീഡ് ഈസ് എ കീ അഡാപ്റ്റേഷൻ ഫോർ ലൈഫ് ഓൺ ലാൻഡ് ആൻഡ് എ മേജർ ഫാക്ടർ ഇൻ ദ സക്സസ് ഓഫ് സീഡ് പ്ലാന്റ്സ്. അപ്പം ഈ സീഡ് എന്ന് പറയുന്നത് ലൈഫ് ഓൺ ലാൻഡിൻ്റെ ഒരു കീ അഡാപ്റ്റേഷനാണ്. അതുപോലെ തന്നെ സീഡ് പ്ലാന്റ്സിൻ്റെ ഒരു മേജർ സക്സസിന് കാരണവും ഈ സീഡാണ്. ഓക്കെ, ദെൻ ദ ഫ്ലവർ ഈസ് ദ സെൻറ്റർപീസ് ഓഫ് ആൻജിയോസ്പേം റീപ്രൊഡക്ഷൻ. അപ്പോൾ ജിംനോസ്പേമിൽ നിന്നാണ് പിന്നീട് എന്തായി മാറിയത്, നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആയ ആൻജിയോസ്പേംസ് ഉണ്ടാവാനായിട്ട് കാരണം അല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആൻജിയോസ്പേംസിന് ഉണ്ട് ഓവർ ജിംനോസ്പേംസ്. അങ്ങനെയാണ് നമ്മുടെ ആൻജിയോസ്പേംസ്
ഇവോൾവ് ആയത്. അപ്പോൾ മെയിൻ ഫീച്ചർ ഓഫ് ആൻജിയോസ്പേം എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ഫ്ലവർ ഹൗസ്, സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ സ്പൊറാഞ്ചി ആൻഡ് ഗാമറ്റോഫൈറ്റ്സ്. ഫ്ലവേഴ്സ് ആർ ദ സൈറ്റ് ഓഫ് പോളിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ. ഫ്ലവർ എന്ന് പറയുന്നത് നമുക്കറിയാം അതിൻ്റെ സൈറ്റ് ഓഫ് പോളിനേഷനും ഫെർട്ടിലൈസേഷനും ഒക്കെ ഉള്ളൊരു സൈറ്റാണ് ഫ്ലവർ. Flowers usually consist of sepals which enclose the flower before it opens, petal which attract animal pollinators, stamen which include a filament and anther, a sac at the top of each filament that contains male sporangi and release pollen, and carpels or pistils, the female reproductive structure which produces eggs. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫ്ലവറിൻ്റെ ജസ്റ്റ് ഫീച്ചറാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ യു. പക്ഷെ എന്നിരുന്നാലും ഒരു ആൻജിയോസ്പേം എന്ന് പറയുമ്പോൾ എൻ്റെ മെയിൻ സെൻറ്റർ പീസ് എന്ന ഫ്ലവർ ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം കാർപ്പൽസ് അഥവാ പിസ്റ്റിൽസ് ആണെന്ന് പറഞ്ഞാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അതാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എഗ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫ്ലവർ അതുപോലെ തന്നെ ഓവ്യൂൾസ് എന്തായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സീഡായിട്ട് മാറും. ഓവറി മെച്യൂർ ആയിട്ടുള്ള ഫ്രൂട്ടായിട്ട് മാറും. അപ്പോൾ അത്രയാണ് ആൻജിയോസ്പേമിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ആൻജിയോസ്പേംസിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്ന് തോന്നുന്നു. നിങ്ങൾ ഓൾറെഡി ഡിഗ്രി ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് അല്ലേ. അതിൻ്റെ ഫീച്ചേഴ്സും ഫ്ലവറിൻ്റെയും സീഡിൻ്റെയും ഒക്കെ പ്രത്യേകതകൾ. അതായിരുന്നു 2-3 സ്ലൈഡ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എവല്യൂഷനാണല്ലോ എന്താണ് എവല്യൂഷൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. സോ evolution connection. Pollination by animals has influenced angiosperm evolution. അപ്പം എന്താണ് അനിമൽസ് വഴിയുള്ള പോളിനേഷനാണ് ആൻജിയോസ്പേം എവല്യൂഷനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഘടകം. About 90% of angiosperms use animals to transfer their pollen. അപ്പം ഒരു 90% ആൻജിയോസ്പേംസ് എടുത്താലും അവർക്ക് ഫ്ലവേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഇവർ മെയിനായിട്ട് പോളിനേഷൻ വഴിയിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. പോളിനേറ്റേഴ്സ് ആയിട്ട് മെയിനായിട്ട് ഇവർ അനിമൽസ് അതുപോലെ തന്നെ ഇൻസെക്ട്സിനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ബേർഡ്സ് ആർ യൂഷ്വലി അട്രാക്റ്റഡ് ബൈ കളർഫുൾ ഫ്ലവേഴ്സ്, ഓഫൺ റെഡ് ബട്ട് വിത്തൗട്ട് സെൻറ്റ്. മോസ്റ്റ് ബീറ്റിൽസ് ആർ അട്രാക്റ്റഡ് ബൈ ബേർഡ്സിൻ്റെ ഓരോ അതായത് എൻറ്റമോളജി പോലെ തന്നെ എൻറ്റമോഫിലി പോലെ തന്നെ ഓർണിത്തോഫിലി ഉണ്ട്. ഓർണിത്തോഫിലിയാണ് ബേർഡ്സിൻ്റെ പോളിനേഷൻ ബൈ ബേർഡ്സിനെ ഓർണിത്തോഫിലി എന്ന് പറയും. ഇൻസെക്ട്സ് ആണെങ്കിൽ എൻറ്റമോഫിലി എന്ന് പറയും അല്ലേ. ബീറ്റിൽസ് എന്ന് പറയുന്നത് മെയിനായിട്ടും അട്രാക്ട് ചെയ്യുന്നത് ഫ്രൂട്ടി ഓർഡർ ആണ്, ബട്ട് ഇൻഡിഫറെൻറ്റ് ടു കളർ. നൈറ്റ് ഫ്ലൈയിങ് ബാറ്റ്സിൻ വഴിയുള്ള പോളിനേഷന് കൈറപ്റ്റോഫെലി എന്നാണ് പറയുന്നത്. ആൻഡ് മോത്ത്സ് ആർ യൂഷ്വലി അട്രാക്റ്റഡ് ബൈ ലാർജ് ഹൈലി സെൻറ്റഡ് flowers that are often white. Wind pollinated flowers anemophily എന്ന് പറയും. typically produce large amounts of pollen. ഡ്രൈ ആയിട്ടുള്ള പോളൻസ് ആയിരിക്കും വിൻഡ് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് എമൗണ്ട് ഓഫ് പോളനെയും പ്രൊഡ്യൂസ് ചെയ്യും. So some new crops may come from the hundreds of species of nutritious fruits, nuts and grains that people gather and use locally. So plant diversity എന്ന് പറയുന്നത് is vital to the future of the world's food supply. അപ്പോൾ നമുക്കറിയാം ഈ പ്ലാന്റ് ഡൈവേഴ്സിറ്റി എല്ലാം തന്നെ എന്താണ് നമ്മുടെ ഫ്യൂച്ചർ വേൾഡ് ഫുഡ് സപ്ലൈക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ എവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ആൻജിയോസ്പേമിൻ്റെ എവല്യൂഷൻ മെയിൻ കാരണം എന്ന് പറയുന്നത് അനിമൽസ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള പോളിനേഷനാണ്. പിന്നെ അപ്പോൾ അത്രയാണ് നമ്മുടെ എന്താണ് ദ മേജർ ഗ്രൂപ്പ്സ് ഓഫ് പ്ലാന്റ്സ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ആ ഒരു പിക്ചർ ഒന്നുകൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ഒരു എവല്യൂഷണറി ഹിസ്റ്ററി എടുക്കുവാണെങ്കിൽ അറൗണ്ട് ഫസ്റ്റ് ആൻസിസ്റ്റർ ഗ്രീൻ ആൽഗി ഉണ്ടായിരുന്നു. അറൗണ്ട് 475 മില്യൺ ഇയേഴ്സ് അഗോ ആണ് ഫസ്റ്റ് ലാൻഡ് പ്ലാന്റ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ലാൻഡ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ലിവർ ബേർഡ്സ്, ഹോൺ ബേർഡ്സ്, മോസസ്, അതായത് ഇതെന്ന് പറയുന്നത് എന്താണ് ബ്രയോഫൈറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ അവർ എന്ന് പറയുന്നത് ലാൻഡിൽ കാണപ്പെടുന്ന മോയിസ്റ്റ് ഏരിയയിലായിട്ടുള്ള ലാൻഡ് ഏരിയയിലാണ് ഇവർ കാണപ്പെട്ടിരുന്നത്.
അതിനുശേഷം ഒറിജിനൽ വാസ്കുലർ പ്ലാന്റ്സ് സീഡ്ലെസ് വാസ്കുലർ പ്ലാന്റ്സ്, അതായത് ടെറിഡോഫൈറ്റ്സ് ഒറിജിനേറ്റ് ചെയ്തിട്ട് 425 മില്യൺ ഇയേഴ്സ് എഗോയാണ്. ദെൻ അവിടെ നിന്ന് എന്താണ് നമ്മുടെ സീഡ് പ്ലാന്റ്സിന് അഡ്വാൻറ്റേജ് ഉണ്ടായി ഓവർ ടെറിഡോഫൈറ്റ്സിന്. അങ്ങനെ 360 മില്യൺ ഇയേഴ്സ് എഗോയാണ് ഫസ്റ്റ് സീഡ് പ്ലാന്റ് അഥവാ ജിംനോസ്പേംസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവരുടെ ഒരു എവല്യൂഷൻ നോക്കുവാണെങ്കിൽ. അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ ആൻജിയോസ്പേംസ് ഒക്കെ ഉണ്ടായിട്ട് നിയർലി വെരി റീസെൻ്റ് ആയിട്ടാണ് നമ്മുടെ ആൻജിയോസ്പേംസ് ഉണ്ടായത് അല്ലേ. 360 മില്യൺ ഇയേഴ്സിനും എഗോയ്ക്കും താഴെയാണ് നമ്മുടെ ആൻജിയോസ്പേംസ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് ഇവരുടെ ആൽഗയിൽ നിന്ന് പിന്നെ മോസ് ഉണ്ടായി, മോസ് കൊണ്ട് ബ്രയോഫൈറ്റ്സ് ഉണ്ടായി, പിന്നെ ഫേൺ ഉണ്ടായി, ദെൻ ജിംനോസ്പേംസ് ഉണ്ടായി. ഫേൺ എന്ന് പറയുമ്പം നമ്മുടെ ടെറിഡോഫൈറ്റ്സ് ആണ്. മോസിൽ ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക്, റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എവല്യൂഷൻ ഓഫ് മേജർ ഗ്രൂപ്പ്സ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ.